നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 709th day. Today 28th sloka of Pradhama Skandam 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 709-ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. ഏവം കൃഷ്ണമതേ ബ്രഹ്മൻ അസക്തസ്യാമലാത്മനാ കാലപ്രാദുരഭൂത്കാലേ തടിത്സൗധാമിനീയതാ. ഓം തത്സത്. ഏവം കൃഷ്ണമതേ ബ്രഹ്മൻ അസക്ത്യാസ്യാത്മലാത്മനാ കാലപ്രാദുരഭൂത്കാലേ തടിത്സൗധാമിനീയതാ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഏവം കൃഷ്ണമതേ ബ്രഹ്മൻ അസക്തസ്യ അമലാത്മന കാല പ്രാദുരഭൂത് കാലേ തടിത് സൗധാമിനി യഥ. ഇങ്ങനെയാണ് തടിത് യഥ ഒരുമിച്ച് വരുന്നത്. തടിത് യഥ അതായത് ഏവം ഇപ്രകാരം കൃഷ്ണനിൽ മതിയോടുകൂടിയും കൃഷ്ണനിൽ മനസ്സോടുകൂടിയും ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണ അസക്തസ്യ ആസക്തിയില്ലാതെയും അമലാത്മന മലമില്ലാത്ത മനസ്സോട്, അതായത് അഴുക്കില്ലാത്ത മനസ്സോടുകൂടി. മലം എന്ന് പറയുന്നത് ഇവിടെ അഴുക്ക് എന്നാണ്. അമലാത്മന മലമില്ലാത്ത മനസ്സോടുകൂടിയവനും ശുദ്ധിയില്ലാത്ത മനസ്സോടുകൂടിയവനും കാലേ അവസരത്തിൽ കാലൻ സൗദാമിനി മേഘമാലയിൽ നിന്ന്, സൗദാമിനി മേഘത്തെയാണ് പറയുന്നത്, മേഘമാലയിൽ നിന്ന് തടിത്യഥ തടിത്ത് മിന്നൽ പോലെ പ്രാദുർഭവിച്ചു. അതായത് അല്ലയോ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന മുനെ, ഇങ്ങനെ ശ്രീകൃഷ്ണനിൽ ബുദ്ധി ഉറപ്പിച്ചും മറ്റുള്ള യാതൊന്നിലും ആഗ്രഹമില്ലാതെയും കാമാദിദോഷങ്ങളാകുന്ന ചെളി അഴുക്കുകളുടെ സംബന്ധം ഇല്ലാത്തതിനാൽ ഏറ്റവും ശോഭിച്ച മനസ്സോടുകൂടി ഇരിക്കുന്ന എൻ്റെ ഈ ശരീരം ഉപേക്ഷിക്കാനുള്ള സമയമെടുത്തപ്പോൾ യാദൃച്ഛികമായിട്ട് പെട്ടെന്ന് മേഘത്തിൽ നിന്നും ഇടിമിന്നലുണ്ടാകുന്നത് മാതിരി കാലനും എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി. അതായത് മരിച്ചു എന്ന് പറയുന്നതിന് പകരം ശരീരം ഉപേക്ഷിച്ചു. കാലൻ വന്ന് ശരീരത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വിഷ്ണു പാർഷദനായി നിനക്ക് ഭവിക്കാം. ഈ ശരീരത്തിൽ നിനക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന് കൃഷ്ണൻ ഭഗവാൻ മനസ്സിൽ വന്ന് പറഞ്ഞിരുന്നു. അശരീരിയും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തൻ്റെ ശരീരം ഉപേക്ഷിപ്പിക്കുവാനുള്ള സമയം ആലോചിച്ചുകൊണ്ട് ലോകം മുഴുവൻ ആ പിഞ്ചുബാലൻ ചുറ്റി നടക്കുകയായിരുന്നു. അപ്പോൾ പിഞ്ചുബാലനായിരുന്നവൻ ചുറ്റി നടന്നു. അങ്ങനെ നടന്ന് അശുദ്ധിയില്ലാത്ത മനസ്സോടുകൂടി ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഇപ്രകാരം ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മേഘത്തിൽ നിന്നും മിന്നൽ എന്ന പോലെ എൻ്റെ മുന്നിൽ കാലൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അതായത് എനിക്ക് മരിക്കാനുള്ള ശരീരം ഉപേക്ഷിക്കുവാനുള്ള സമയം വന്നു എന്ന് പറയുകയാണ് നാരദർ വ്യാസമുനിയോട്. വ്യാസമുനിയെ ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ബ്രഹ്മത്തിനെ പറ്റിയുള്ള അറിവുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ്.
അങ്ങനെയുള്ള ആ ബ്രാഹ്മണരെയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം എന്ന് ഭഗവാൻ ഇടയ്ക്കിടെ എല്ലാറ്റിലും പറയാറുണ്ട്. അങ്ങനെയുള്ള വ്യാസമുനിയോട് തൻ്റെ പൂർവ്വകഥ വ്യാസമുനി ചോദിച്ച പ്രകാരം വീണ്ടും തൻ്റെ പൂർവ്വകഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാരദർ. ഇങ്ങനെ തൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ സമയം വന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏവം കൃഷ്ണമതേ ബ്രഹ്മൻ അസക്തസ്യാമലാത്മന കാലപ്രാദുരഭൂത്കാലേ തടിത്സൗധാമിനി യഥാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.